ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. നീതിമാൻ എന്തുകൊണ്ടാണ് സഹനങ്ങൾ സഹിക്കേണ്ടതായി വരുന്നത്? നീതിമാന്റെ കഷ്ടങ്ങൾ അനവധിയായി വർദ്ധിക്കുന്നത് എന്തുകൊണ്ടാണ്? ചരിത്രത്തിന്റെ അങ്ങേതലത്തിൽ നിന്നുകൊണ്ട് നീതിമാനെന്ന് ദൈവവും പിശാചും ഒരുപോലെ പാട്ടിപ്പറഞ്ഞാനായ ഇയ്യോബ് തന്റെ കഷ്ടതയുടെ മധ്യത്തിൽ നിന്നുകൊണ്ട് ചോദിക്കുന്ന ചോദ്യമാണിത്. എന്തുകൊണ്ടാണ് നീതിമാന് സഹനങ്ങൾ സഹിക്കേണ്ടതായി വരുന്നത്? ഇതാ ചരിത്രത്തിന്റെ ഇങ്ങേതലത്തിൽ നിന്നുകൊണ്ട് കാൽവരി ക്രൂശിൽ യേശുദമ്പുരാൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എന്റെ ദൈവമേ, എന്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്തിന്? നീതിമാന് എന്തുകൊണ്ട് കഷ്ടങ്ങൾ സഹനങ്ങൾ സഹിക്കേണ്ടതായി വരുന്നു? അഭിമന്യ പിതാക്കന്മാരെ, വന്യരായ ആചാര്യശ്രേഷ്ഠരെ, ഗുരുജനങ്ങളെ, ശമാശന്മാരെ, കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, വിശ്വാസികളുടെ സമൂഹമേ, നിങ്ങൾക്കെല്ലാവർക്കും കാൽവരി ക്രൂശിൽ ലോകത്തിന്റെ പാപപരിഹാരത്തിനായി യാഗമായി തീർന്ന ക്രിസ്തു യേശുവിന്റെ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം. നമ്മുടെ കർത്താവിന്റെ പീഡാസഹനങ്ങളെ ധ്യാനിക്കുവാനും ആ ക്രൂശിൻ ചുവട്ടിൽ അല്പനേരം ആയിരിക്കുവാനുമായി വീണ്ടും ഒരു വെല്ലുവിളി കൂടി കടന്നു വന്നിരിക്കുകയാണ്. എന്താണ് ഈ വെല്ലുവിളി നമുക്ക് തരുന്നതായ സന്ദേശം? ക്രിസ്തുവിന്റെ ക്രൂശിനൊപ്പം ആയിരിക്കുക, അവന്റെ പീഡാസഹനങ്ങളിൽ പങ്കാളികളായിരിക്കുക. തന്റെ ആടുജീവിതം എന്ന നോവലിൽ ബെന്യാമീൻ ഭംഗിയായി രേഖപ്പെടുത്തിയിരിക്കുന്നു, നാം അനുഭവിക്കാത്ത ജീവിതങ്ങളെല്ലാം നമുക്ക് കെട്ടുകഥകൾ മാത്രമാണ്. അത് ഒരു പരിധിവരെ സത്യവുമാണ്. എന്നാൽ നാം നേരിട്ട് കണ്ടില്ലെങ്കിലും, ആ വേദന നേരിട്ട് അനുഭവിച്ചില്ലെങ്കിലും, ഓരോ തവണ ക്രിസ്തുവിന്റെ പീഡാസഹനങ്ങളെ കാണിക്കുമ്പോഴും നമ്മുടെ ഉള്ളിൽ വീണ്ടും കണ്ണീർ കണങ്ങൾ ഒഴിയുകയാണ്. വീണ്ടും അല്പം വേദനയോടുകൂടി നാം ഈ വലിയ വെള്ളിയുടെ പീഡാസഹനങ്ങളെ അവിടുന്ന് ധ്യാനിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഓരോ വെല്ലുവിളി നമുക്ക് പകർന്നു തരുന്ന അനുഭവം ഇതുതന്നെയാണ്. ഈ വിശുദ്ധമായ ദിവസം വൈരുദ്ധ്യങ്ങളുടെയും വിശ്വാസ പ്രഖ്യാപനങ്ങളുടെയും ഒക്കെ ഒരു ദിവസമായി നമുക്ക് കണക്കാക്കാം. എന്തുകൊണ്ടാണ് ഈ ദിവസത്തെ വിശ്വാസ പ്രഖ്യാപനങ്ങളുടെയും വൈരുദ്ധ്യങ്ങളുടെയും ദിവസമെന്ന് പറയുന്നത്? ഒന്നാമതായി, നിഷ്കളങ്ക രക്തത്തെ ഒറ്റിക്കൊടുത്തതിനാൽ താൻ പാപം ചെയ്തു എന്ന് യൂദ ഏറ്റുപറയുന്നു. രണ്ടാമതായി, ഈ മനുഷ്യനിൽ യാതൊരു കുറ്റവുമില്ലെന്ന് പീലാത്തോസ് ഏറ്റുപറയുന്നു. വീണ്ടും ക്ലോഡിയ പ്രപ്പൂള പീലാത്തോസിന്റെ സഹോദരനെ പറയുകയാണ്, ആ നീതിമാന്റെ കാര്യത്തിൽ നിങ്ങൾ ഇടപെടരുത്. അവനിൽ യാതൊരു പാപവുമില്ലെന്ന് വലതുവശത്തെ കള്ളൻ ഏറ്റുപറയുന്നു. സത്യമായും ആ മനുഷ്യൻ നീതിമാനായിരുന്നു എന്ന് ശതാധിപനും ഏറ്റുപറയുന്നു. അതെ, ഇത് വിശ്വാസ പ്രഖ്യാപനങ്ങളുടെ, വിശ്വാസ ദൃഢീകരണത്തിന്റെ ഒരു ദിവസമാണ്. അതോടൊപ്പം തന്നെ ഇത് വൈരുദ്ധ്യങ്ങളുടെ ദിവസമാണ്. അവസാന പെരുന്നാളിന്റെ ശുശ്രൂഷയിൽ അഭിമന്യ തിരുമേനി നമ്മെ ഓർമ്മിച്ചൊരു കാര്യമുണ്ട്. ആരാലും ക്ഷണിക്കപ്പെടാതെ എവിടെ നോക്കിയോ കടന്നു വന്ന ഒരു ജനസമൂഹമുണ്ട് അവന് വേണ്ടി ഓശാന പാടുവാൻ. അവരെ ആരും കൊണ്ടുവന്നതല്ല, അവരെ ആരും വിളിച്ചുകൊണ്ടുവന്നത് ഒന്നുമല്ല. എന്നാൽ അവർ ക്രിസ്തുവിനെ കാണുവാൻ, മശിഹായുടെ രാജകീയമായ പ്രവേശനത്തെ കാണുവാനായി ഒന്നിച്ച് ഓടി വന്നവരാണ്. ഇതാ ഇവിടെയും ഈ കാൽവരിയുടെ അനുഭവത്തിലും കുറെ ജനങ്ങൾ ഓടി വരുന്നുണ്ട്. എന്നാൽ ഓശാന പെരുന്നാളിൽ വിഭിന്നമായി അന്ന് അവന് ഓശാനകളും സ്തുതികളും നദികളും അർപ്പിച്ചവർ ഇന്ന് അവനെ ക്രൂശിക്കുക, ക്രൂശിക്കുക, ക്രൂശിക്കുക എന്ന് ആർത്തു വിളിക്കുകയാണ്. ഇത് വൈരുദ്ധ്യങ്ങളുടെയും ഒരു ദിവസമാണ്. ആത്മീയ സംഘം ചേരലുകൾക്ക് വിലക്കുകളുള്ള, എന്നാൽ ആൾക്കൂട്ട ആക്രമണങ്ങൾക്ക് യാതൊരു പരിധികളുമില്ലാത്ത ഇന്നത്തെ ലോകത്തിൽ നാം ആയിരിക്കുമ്പോൾ ചിന്തിക്കുക, ഈ ജനക്കൂട്ടത്തിൽ എന്റെയും നിങ്ങളുടെയും സ്ഥാനം എവിടെയാണ്? അവന് ഓശാനകളും സ്തുതികളും നദികളും അർപ്പിച്ച ജനങ്ങളോടൊപ്പമാണോ, അതോ അവനെ ക്രൂശിക്കുക, ക്രൂശിക്കുക എന്നാർത്ത ജനങ്ങളോടൊപ്പമാണോ? ഈ ആരാധനയുടെ കേന്ദ്രബിന്ദു എന്നത് ക്രൂശാണ്. ക്രൂശാണ് നമ്മുടെ ആരാധനയുടെ കേന്ദ്രസ്ഥാനം. ആ ക്രൂശിൻ ചുവട്ടിൽ അല്പസമയം ഇരുന്നുകൊണ്ട് ധ്യാനിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുന്നതായ വേദഭാഗം പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ എബ്രായർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം അതിന്റെ 2-ാം വാക്യമാണ്. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. തന്റെ മുന്നിൽ വെച്ചിരുന്ന സന്തോഷമോർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും
ദൈവസിംഹാസനത്തിന്റെ വലതുഭാഗത്ത് ഇരിക്കുകയും ചെയ്തു. വളരെയധികം അർത്ഥതലങ്ങളുള്ള ഒരു വേദഭാഗമാണിത്. ഈ വചനം നമ്മെ പ്രബോധിപ്പിക്കുന്ന 2-3 കാര്യങ്ങളുണ്ട്. പ്രഥമമായി ക്രിസ്തുവിലേക്ക് നോക്കുക, കാൽവറിയിലേക്ക് നോക്കുക. രണ്ടാമതായി ക്രിസ്തു നാമത്തെ പ്രതി അപമാനത്തെ അലക്ഷ്യമാക്കിക്കൊണ്ട് ക്രൂശിനെ സ്വീകരിക്കുക. മൂന്നാമതായി ക്രൂശിലൂടെ മഹത്വത്തിലേക്ക് പ്രവേശിക്കുക. ഇതാണ് ഈ വേദഭാഗം നമ്മോട് പറയുന്ന പ്രഥമമായ കാര്യം. ക്രിസ്തു എങ്ങനെയാണ് അപമാനത്തെ അലക്ഷ്യമാക്കിയത്? ക്രിസ്തു എന്തിനു വേണ്ടിയാണ് അപമാനത്തെ അലക്ഷ്യമാക്കിയത്? ഇതിനോടനുബന്ധിച്ച ഒരു ചിന്ത 7-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന സഭാപിതാവായ നിനവയിലെ വിശുദ്ധനായ ഇസഹാക്ക് ഒരു പ്രാർത്ഥനയിലൂടെ പങ്കുവെക്കുന്നുണ്ട്. ആ പ്രാർത്ഥനയെ കുറിവാക്യവുമായി ചേർത്തുകൊണ്ട് 3 കാര്യങ്ങൾ പറയുവാൻ ആഗ്രഹിക്കുകയാണ്. പ്രഥമമായി, ലജ്ജാകരമായ ക്രൂശ് രക്ഷയുടെ പാലമായി തീർന്നു. The cross of shame became the bridge of salvation. എങ്ങനെയാണ് ലജ്ജാകരമായ കുരിശ് രക്ഷയുടെ പാലമായി തീർന്നത്? ബാബിലോൺ, അസീറിയ, പേർഷ്യ തുടങ്ങിയ സാമ്രാജ്യങ്ങളിൽ നിലനിന്നിരുന്നതും പിന്നീട് അവരുടെ കയ്യിൽ നിന്ന് റോമൻ ഭരണക്രമം ഉൾക്കൊണ്ടതുമായ ഒരു ശിക്ഷാരീതിയായിരുന്നു ക്രൂശീകരണം എന്നത്. സാമ്രാജ്യത്തിന്റെ ഇംഗിതങ്ങൾക്ക് വഴങ്ങാത്ത, അക്രമങ്ങൾക്ക് കൂട്ടുനിൽക്കുന്ന മനുഷ്യരെ ജനക്കൂട്ടത്തിന്റെ വിചാരണയോടുകൂടി ക്രൂശിലേറ്റുന്നതായിരുന്നു റോമൻ ഭരണകൂടത്തിന്റെ ഒരു രീതിശാസ്ത്രമെന്ന് പറയുന്നത്. പ്രിയമുള്ളവരെ, അപ്രകാരം രാജ്യദ്രോഹികൾ എന്ന് മുദ്രകുത്തിയവർ, സാമൂഹ്യ തിന്മകളിൽ ഏർപ്പെടുന്നവർ എന്ന് മുദ്രകുത്തിയവരായ മനുഷ്യരെ ക്രൂശിക്കുവാനായി കൊണ്ടുപോകുന്നത് റോമൻ ഭരണകൂടത്തിൽ ഒരു നിത്യകാഴ്ച ആയിരുന്നു. അതിനാൽ ക്രൂശ് നിന്ദയുടെ പ്രതീകമായി മാറുന്നു. യേശുതമ്പുരാൻ ചരിത്രത്തിൽ ആദ്യമായോ അവസാനമായോ ക്രൂശിക്കപ്പെട്ട ഒരു മനുഷ്യനല്ലായിരുന്നു എന്ന് ചരിത്രകാരനായ ജോസീഫസ് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അവന് മുമ്പും അവന് ശേഷവും അനേകം ആൾക്കാർ ക്രൂശിക്കപ്പെട്ടുകൊണ്ടേയിരുന്നു. പ്രിയമുള്ളവരെ, അങ്ങനെ അപമാനത്തിന്റെ മകുടോദാഹരണമായ ക്രൂശം വഹിച്ചുകൊണ്ട് യേശുതമ്പുരാൻ കാൽവറിയിലേക്ക് യാത്ര ചെയ്യുകയാണ്. 4-ാം നൂറ്റാണ്ടിൽ കോൺസ്റ്റന്റൈൻ ചക്രവർത്തി ഔദ്യോഗികമായി ക്രിസ്തുമതം സ്വീകരിക്കുകയും ക്രൂശീകരണം നിർത്തലാക്കുകയും ചെയ്യുന്നത് വരെ അനേകം ആൾക്കാർ വീണ്ടും ക്രൂശിക്കപ്പെട്ടുകൊണ്ടേയിരുന്നു. എന്നാൽ ക്രിസ്തുവിന്റെ ക്രൂശുമരണത്തോടെ, ക്രിസ്തുവിന്റെ പീഡാസഹനങ്ങളിലൂടെ ക്രൂശിന് പുതിയൊരു മാനം ലഭിക്കുകയാണ്. വീഴ്ചയുടെ അഗാധത്തിലായിരുന്ന മനുഷ്യകുലത്തെ സ്വർഗത്തിലേക്ക് കടത്തിവിടുവാനായി ഇതാ രക്ഷാകരനായ ക്രിസ്തു ക്രൂശിനാൽ ഒരു പാലം പണിയുകയാണ്. അപ്രകാരം ക്രൂശിനെ വൈഭവത്തോടുകൂടി ഒരു മരപ്പണിക്കാരൻ ഒരു പാലമായി പണിയുന്നു. ക്രൂശ് വീണുപോയ മനുഷ്യകുലത്തെ ദൈവവുമായി ബന്ധിപ്പിക്കുന്നു. കുരിശ് പാപത്തെ വിശുദ്ധിയുമായി കൂട്ടിക്കെട്ടുന്നു. കുരിശ് അഗാധത്തെ ഉയരവുമായി ചേർത്ത് വെക്കുന്നു. കുരിശ് മരണത്തെ നിത്യജീവനുമായി ബന്ധിപ്പിക്കുന്നു. പഴയ നിയമത്തിൽ വാഗ്ദത്ത പേടകം വഹിച്ചുകൊണ്ടായിരുന്നു ഇസ്രായേൽ ജനത ഉടനീളം യാത്ര ചെയ്തുകൊണ്ടിരുന്നത്. ഓരോ തവണ ഇസ്രായേൽ ജനത നദികൾ മുറിച്ചു കടക്കുമ്പോഴും പെട്ടകമേന്തിയ പുരോഹിതന്മാർ ആദ്യം ജലത്തിലിറങ്ങും. നദി മുറിച്ചു കടക്കുന്ന അവസാനത്തെ ആളും അക്കരെ എത്തിയെന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രമാണ് സാക്ഷ്യപ്പെട്ടകമേന്തിയ പുരോഹിതന്മാർ കരയിൽ പ്രവേശിച്ചിരുന്നത്. ഇതാ പുതിയ നിയമത്തിൽ രക്ഷയുടെ പാലമായി അവസാനത്തെ ആളിനെയും സ്വർഗത്തിലേക്ക് കരയേറ്റുവാനായി ഇറങ്ങി വന്നവനായ മശിഹ രക്ഷയുടെ പാലമായി ക്രൂശിനെ വൈഭവത്തോടുകൂടി പണിയുകയാണ്. പ്രിയമുള്ളവരെ, അപമാനത്തിന്റെ പാരമ്യത്തിൽ ക്രൂശ് അവിടുന്ന് നിഴലിച്ചിരുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇതാ രക്ഷയുടെ അനുഭവമാക്കി രക്ഷകൻ ക്രൂശിനെ മെനയുന്നത്. ഇന്ന് ഈ കാലഘട്ടത്തിൽ കുരിശ് നമുക്ക് തരുന്ന സന്ദേശം എന്താണ്? വേദനയുടെയും വേർപാടിന്റെയും അതിർവരമ്പുകളുടെയും യുദ്ധങ്ങളുടെയും ഈ കാലഘട്ടത്തിൽ ക്രൂശ് നമുക്ക് തരുന്ന പാഠം സ്നേഹത്തിന്റെ പാഠമാണ്. ക്രൂശിൽ നമുക്ക് പകർന്നു തരുന്നത് പങ്കുവെക്കലിന്റെ പാഠമാണ്. കയ്യേറ്റങ്ങളും കീഴടക്കലുകളും ഒക്കെ ലോകമൊക്കെ അരങ്ങേറുമ്പോൾ ക്രൂശിൽ കിടക്കുന്ന രക്ഷകൻ തന്റെ 2 കൈകളും നിവർത്തി വെച്ചുകൊണ്ട് പറയുന്നു, മകനെ, മകളെ, നീ ക്രൂശിന്റെ സ്നേഹത്തെ ഒന്ന് നോക്കുക. നിനക്ക് എങ്ങനെയാണ് ഇനിയും വിഘടിച്ചു നിൽക്കുവാനാകുന്നത്? നിനക്ക് എങ്ങനെയാണ് ഇനിയും യുദ്ധങ്ങളിൽ ഏർപ്പെടുവാൻ സാധിക്കുന്നത്? നിനക്ക് എങ്ങനെയാണ് അപരനെ ദ്വേഷിക്കുവാനായി സാധിക്കുന്നത്? ഇതാ ക്രൂശിൽ നിനക്ക് വേണ്ടി ഞാൻ എൻ്റെ 2 കൈകളും വിരിച്ചുകൊണ്ട് കിടക്കുകയാണ്. ആ ക്രൂശിലേക്ക് നീ അല്പസമയം ഒന്ന് നോക്കൂ, ആ സ്നേഹത്തെ പങ്കുവെക്കൂ. ഈ ദൗത്യത്തിലേക്കാണ് ഈ വലിയ വെള്ളിയുടെ ദിവസം നാം ഏവരും കടന്നു വന്നിരിക്കുന്നത്.
ക്രൂശിന്റെ സ്നേഹത്തെ തൊട്ടറിയുവാൻ, ആ ക്രൂശിനെ വന്ദിക്കുവാൻ, ക്രൂശിന്റെ ആരാധനയിൽ പങ്കെടുക്കുവാൻ, ആ ക്രൂശിലൂടെ പകർന്നു കിട്ടിയതായ സ്നേഹത്തെ നാനാജാതി മതസ്ഥരിലേക്കും ലോകത്തിന്റെ അറ്റത്തിലേക്കും വ്യാപിക്കുവാനായി സഭയായി വലിയ വഴിയിൽ കടന്നു വന്നിരിക്കുന്നു. തന്റെ മുന്നിൽ വെച്ചിരുന്ന സന്തോഷമോർത്ത് അവൻ അപമാനത്തെ അലക്ഷ്യമാക്കി അതിലൂടെ രക്ഷയെ നേടി മനുഷ്യകുലത്തെ വീണ്ടെടുത്തു. ഇപ്രകാരം അപമാനത്തിന്റെ പാരമ്യത്തിലായിരുന്ന ക്രൂശിന് രക്ഷയുടേതായ മനുഷ്യകുലത്തിൻ്റെതായ രക്ഷയുടെ സന്തോഷം നൽകിക്കൊണ്ട് അവൻ അപമാനത്തെ ഏറ്റെടുക്കുകയാണ്. രണ്ടാമതായി വേദനയുടെ മുൾക്കിരീടം രക്ഷയുടെ ശിരസ്ത്രമായി മാറി. The crown of thorns became the helmet of salvation. വേദനയുടെ മുൾക്കിരീടം രക്ഷയുടെ ശിരസ്ത്രമായി മാറുകയാണ്. ഭൂമിയിൽ എവിടെയാണ് ആദ്യമായി മുള്ളുകൾ കിളിച്ചു വന്നത്? ഭൂമിയിൽ എവിടെയാണ് മുള്ളുകൾ ആദ്യമായി ഭൂമിയുടെ പുറന്തോടിനെ പൊളിച്ചുകൊണ്ട് കിളിച്ചു വരുന്നത്? അത് ഏദനിൽ നിന്ന് വീണുപോയ അവസരത്തിലാണ്. സകലത്തിന്റെ സൃഷ്ടാവായ ദൈവം മനുഷ്യനെ ഏദനിൽ ആക്കി വെക്കുന്നു. അവന് എല്ലാവിധമായ സ്വാതന്ത്ര്യവും അവൻ നൽകുന്നു. എന്നാൽ വിലക്കപ്പെട്ടതായ കനി ഭക്ഷിച്ചത് മൂലം മനുഷ്യൻ പാപത്തിന്റെ അഗാധങ്ങളിലേക്ക് വീണു പോകുമ്പോൾ ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം അതിന്റെ 18-ാം വാക്യത്തിൽ സകലത്തെയും സൃഷ്ടിച്ചുണ്ടാക്കിയവൻ ഇപ്രകാരം മനുഷ്യനോട് പറയുന്നു, നീ നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടിരിക്കുന്നു. നിന്റെ ആയുഷ്കാലമൊക്കെ നീ കഷ്ടതയോടെ അതിൽ നിന്ന് അഹോവൃത്തി കഴിക്കും. മുള്ളും പറക്കാരെയും നിനക്ക് അതിൽ നിന്ന് മുളയ്ക്കും. മനുഷ്യന്റെ പാപത്താൽ ഭൂമിയിൽ ആദ്യമായി മുള്ളുകൾ മുളയ്ക്കുകയാണ്. ആ മുള്ളിന്റെ വേദനയാണ് യേശു തമ്പുരാൻ തന്റെ മുൾക്കിരീടത്തിലൂടെ സഹിക്കുന്നത്. ഇതാ മനുഷ്യൻ മൂലം ഉണ്ടായ മുള്ളുകളുടെ വേദന രക്ഷകൻ ഏകൻ സഹിച്ചത് മൂലം നമുക്ക് അത് രക്ഷയുടെ ശിരസ്ത്രമായി മാറിയിരിക്കുന്നു. പലസ്തീനായിൽ ഏകദേശം 25-ൽ പരം മുൾച്ചെടികൾ ഉണ്ടായിരുന്നു. എന്നാൽ അതിൽ ഏറ്റവും തീവ്രതയേറിയ ഒരു മനുഷ്യന്റെ മസ്തിഷ്കത്തെയും അവന്റെ തലച്ചോറിനെയും ഒക്കെയും വ്രണപ്പെടുത്തുവാൻ തക്ക സാധ്യതയുള്ള മുള്ളുകളാണ് പടയാളികൾ അവന് കിരീടം നിർമ്മിക്കുവാനായി തിരഞ്ഞെടുത്തത്. ആ മുള്ളുകളുടെ വേദന അസംഖ്യവും ആ മുള്ളുകൾ നൽകുന്ന സഹനങ്ങൾ കഠിനവുമായിരുന്നു. പ്രിയമുള്ളവരെ, ആ മുൾക്കിരീടത്തിന്റെ വേദന ക്രിസ്തു അനുഭവിച്ചതിനാൽ നാം ഇന്ന് രക്ഷയുടെ തുറമുഖത്തേക്ക് അടുത്ത ദിവസമാണ്. വിശുദ്ധ മർക്കോസ് എവങ്കേലിസ്തയുടെ സുവിശേഷം 10-ാം അധ്യായം അതിന്റെ 37-ാം വാക്യത്തിൽ സെബദിപുത്രന്മാരായ യാക്കോബും യോഹന്നാനും കർത്താവിന്റെ അടുക്കൽ സമർപ്പിക്കുന്ന ഒരു അപേക്ഷയുണ്ട്. നിന്റെ മഹത്വത്തിൽ ഞങ്ങളിൽ ഒരുവനെ നിന്റെ ഇടത്തും ഒരുവനെ വലത്തും ഇരുത്തണമേ. ക്രിസ്തു സ്ഥാപിക്കുവാൻ പോകുന്നത് ഒരു ഭൗതിക രാജ്യമാണെന്നുള്ള ബോധ്യത്തിൽ നിന്നുകൊണ്ടായിരിക്കണം ഇവർ ഇപ്രകാരം ഒരു അപേക്ഷ അവിടെ സമർപ്പിക്കുന്നത്. എന്നാൽ യേശുതമ്പുരാൻ അവന് കൊടുക്കുന്ന ഒരു മറുപടിയുണ്ട്. ഞാൻ കുടിക്കുന്ന പാനപാത്രം കുടിക്കുവാനും ഞാൻ ഏൽക്കുന്ന സ്നാനം ഏൽക്കുവാനും നിങ്ങൾക്ക് സാധിക്കുമോ? സഹനമാകുന്ന സ്നാനത്തിൽ മുങ്ങിക്കൊണ്ട് രക്ഷയാകുന്ന മരണമാകുന്ന ജീവന്റെ ഉറവയിലേക്കുള്ള ഒരു അനയിക്കലാണ് ക്രിസ്തുവിന്റെ ക്രൂശുമരണം എല്ലാവർക്കും പ്രദാനം ചെയ്യുന്നത്. ക്രിസ്തു നമ്മോട് ചോദിക്കുകയാണ്, ഞാൻ ഏൽക്കുന്ന സഹനമേൽക്കുവാനും ഞാൻ കുടിക്കുന്ന പാനപാത്രം കുടിക്കുവാനും നമുക്ക് സാധിക്കുമോ? ഈ വലിയ വെള്ളി നമ്മോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. കാഴ്ചക്കാരായി കടന്നു വന്നിരിക്കുന്നവരല്ല നാം ഓരോരുത്തരും. ആ പീഡാസഹനങ്ങളുടെ അനുഭവത്തിലായിരിക്കുമ്പോൾ ക്രിസ്തു നമ്മോട് ചോദിക്കുകയാണ്, മകനെ മകളെ, ഞാൻ ഏൽക്കുന്ന സ്നാനം ഏൽക്കുവാനും ഞാൻ കുടിക്കുന്ന പാനപാത്രം കുടിക്കുവാനും നിങ്ങൾക്ക് സാധിക്കുമോ? പറുദീസയുടെ അനുഭവം ഏറ്റവും ഒടുവിൽ സ്വായത്തമാക്കിയ ഒരു മനുഷ്യനുണ്ട്. അവനെ കള്ളൻ എന്നാണ് എല്ലാവരും വിശേഷിപ്പിച്ചിരുന്നത്. അവൻ പോലും തമ്പുരാനോട് വളരെ ഭവ്യതയോടുകൂടി പറയുന്ന ഒരു കാര്യമുണ്ട്, നീ പറുദീസയിൽ ഇരിക്കുമ്പോൾ എന്നെ ഓർക്കണമേ. പറുദീസ തരണമെന്നല്ല, ഈ പറുദീസയിലേക്ക് പ്രവേശിക്കുമ്പോൾ എന്നെ ഓർക്കണമേ എന്നാണ് പറയുന്നത്. നമ്മുടെ പ്രാർത്ഥനകൾ പ്രകാരമായിരിക്കണം. യേശുവേ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ ഞങ്ങളെ ഓർക്കണമേ. ആ ഏറ്റുപറച്ചിലാണ് നമ്മുടെ ആരാധനയുടെ മർമ്മം എന്ന് പറയുന്നത്. ഒരു രാജാവും ഇന്നേ വരെ മുള്ളുകൾ കൊണ്ടുള്ള കിരീടം ധരിച്ചിട്ടില്ല. ഒരു അധികാരിയും ഇന്നേ വരെ മുള്ളുകളുടെ വേദന അനുഭവിച്ചിട്ടില്ല. എന്നാൽ സാക്ഷാൽ രാജാവായ യേശു തമ്പുരാൻ മുള്ളുകളുടെ വേദന അനുഭവിച്ചത് നമുക്ക് ഓരോരുത്തർക്കും വേണ്ടിയാണ്. നമ്മൾ വേദന അനുഭവിക്കാതിരിക്കുവാൻ അവൻ മുള്ളുകളുടെ വേദന അനുഭവിച്ചു. അത് രക്ഷയുടെ ശിരസ്ത്രമായി മാറുകയാണ്. മൂന്നാമതായി ഈ വലിയ വെള്ളി നമ്മെ ഓർപ്പിക്കുന്നത്, ക്രിസ്തുവിൽ ഒഴുകിയ രക്തവും വെള്ളവും രക്ഷയുടെ മുദ്രണമായി മാറി. The water and blood became the seal of salvation. എന്തിനാണ് നാം മുദ്രയിടുന്നത്? നമ്മുടെ സ്വന്തമായതിന് മാത്രമാണ് നാം മുദ്രയിടുന്നത്.
അവരുടെ യാതൊന്നിനും ഒരു വ്യക്തി മുദ്ര പതിപ്പിക്കാറില്ല. നമ്മുടെ സ്വന്തമായത് എനിക്കുള്ളതിന് എന്റേതിന് മാത്രമാണ് മുദ്രയിടുന്നത്. ഇതാ ക്രിസ്തു കാൽവരി ക്രൂസിൽ ഒഴുകിയ രക്തത്താലും വെള്ളത്താലും നമുക്ക് രക്ഷയുടെ മുദ്രണമാണ് നൽകുന്നത്. ഇസ്രായേൽ ജനത സംഹാരദൂതന്റെ വലിയ കരാള ഹസ്തത്തിൽ നിന്നും രക്ഷപ്പെടുന്നത് കുഞ്ഞാടിന്റെ രക്തത്താലാണ്. ഇതാ സാക്ഷാൽ ദൈവത്തിന്റെ കുഞ്ഞാട് കാൽവരി ക്രൂസിൽ യാഗമായി തീരുന്നു. അതിലൂടെ രക്ഷയുടെ മുദ്രണമാണ് നമുക്ക് ഓരോരുത്തർക്കും ലഭിക്കുന്നത്. വിശുദ്ധ മാമോദീസായിലൂടെ നമുക്ക് ലഭിച്ച രക്ഷയുടെ മുദ്രണമാണ് ഇവിടെ നാം കാണുന്നത്. അതിനാൽ ഈ ശരീരവും രക്തവും ക്ഷമയുടെയും പരിത്യാഗത്തിന്റെയും അനുരഞ്ജനത്തിന്റെയും സ്നേഹത്തിന്റെയും പ്രതീകമാണെന്ന് നാം നോക്കുക. അവന്റെ ശരീരത്തിൽ നിന്ന് പുറപ്പെട്ട രക്തത്താലും വെള്ളത്താലും നമുക്ക് നിത്യജീവനിലേക്ക് പ്രവേശനം ലഭിക്കുകയാണ്. ഇതാ വീണുപോയ മഞ്ചകുലത്തോടുള്ള രക്ഷയാണ് കാൽവരി ക്രൂസിൽ വെച്ച് തന്റെ ശങ്കിൽ നിന്നൊഴുകിയ രക്തവും വെള്ളവും അവിടുന്ന് വെളിപ്പെടുത്തുന്നത്. സഭാപിതാവായ സെരൂഗിലെ മോർ യാക്കോബ് ഈ കാൽവരിയിലെ ക്രൂശ് മരണത്തെ ഒരു വിവാഹ വിരുന്നിനോടാണ് ഉപമിച്ചിരിക്കുന്നത്. അദ്ദേഹം ചോദിക്കുന്ന, ഹൃദയത്തെ സ്പർശിക്കുന്ന 3 കാര്യങ്ങളുണ്ട്. ഏത് വരനാണ് സ്വന്തം രക്തത്തെ മറുവിലയായി നൽകിക്കൊണ്ട് തന്റെ മണവാട്ടിയെ സ്വീകരിക്കുന്നത്? ഏത് വരനാണ് തന്റെ രക്തത്തെ മറുവിലയായി നൽകി തന്റെ മണവാട്ടിയെ സ്വീകരിക്കുന്നത്? രണ്ടാമതായി, തന്റെ രക്തത്താൽ മുറിവുകളാൽ വിവാഹബന്ധത്തെ മുദ്രയിട്ടവൻ ആരാണ്? മൂന്നാമതായി, കടന്നു വന്നവർക്കൊക്കെയും വിവാഹ വിരുന്നിൽ വെച്ച് തന്റെ ശരീരരക്തങ്ങളെ ഭാഗിച്ചു കൊടുത്തവൻ ആരാണ്? പ്രിയമുള്ളവരെ, വലിയൊരു വിവാഹ വിരുന്നിലേക്ക് നാം കടന്നു വന്നിരിക്കുമ്പോൾ വെളിയുടെ ദുഃഖാന്തകരമായ അനുഭവങ്ങൾക്കപ്പുറം രക്ഷയുടെ ഒരു വിവാഹ വിരുന്നിലേക്കാണ് നാം കടന്നു വന്നെന്നുള്ള ബോധ്യമാണ് നമ്മെ ഓരോരുത്തരെയും ഭരിക്കേണ്ടത്. ഇതാ ഒരു വരനുണ്ട്, അവൻ തന്റെ രക്തത്തെ നൽകി തന്റെ മണവാട്ടിയെ സ്വന്തമാക്കുന്നു. ഇതാ ഒരു വരൻ, അവൻ തന്റെ രക്തത്താൽ തന്റെ വിവാഹബന്ധത്തെ മുദ്രയിടുന്നു. ഇതാ ഒരു വരൻ തന്റെ ശരീരരക്തങ്ങളെ സഭയ്ക്കായി ഭാവിച്ചു നൽകി അവളെ സ്വന്തമാക്കുന്നു. പ്രിയമുള്ളവരെ, ഈ വലിയ വഴി നമുക്ക് പകർന്നു തരുന്നത് ഈ സ്നേഹത്തിന്റെ പാഠമാണ്. ഹൃദയ ശുദ്ധീകരണത്തിലൂടെ, അനുതാപത്തിലൂടെ ആ സ്നേഹത്തിന്റെ പാഠത്തെ സ്വായത്തമാക്കുവാനായി നമുക്ക് ഏവർക്കും സാധിക്കണം. തന്റെ ഏകജാതനായ പുത്രനെ നൽകുവാൻ തക്കവണ്ണം പിതാവായ ദൈവം ലോകത്തെ സ്നേഹിക്കുകയാണ്. തന്റെ ക്രൂശിൽ രക്തമൊഴുകിക്കൊണ്ട് പുത്രനായ തമ്പുരാൻ ലോകത്തെ സ്നേഹിക്കുകയാണ്. ഈ സ്നേഹമാണ് കാൽവറിയിൽ ഒരിക്കലായി വെളിപ്പെട്ടതും ഇന്നയോളം തുടർന്നുകൊണ്ടിരിക്കുന്നതും. ഈ സ്നേഹമാണ് എന്നെയും നിങ്ങളെയും ഓരോരുത്തരെയും ക്രിസ്തുവുമായി ചേർത്ത് നിർത്തുന്നത്. പ്രിയമുള്ളവരെ, ക്രിസ്തുവിന്റെ ശരീരവും രക്തവും ജീവന്റെ അച്ചാരമായി മാറുകയാണ്. ഇനിമേൽ മനുഷ്യൻ ചെയ്ത പാപത്തിന്റെ ഭാരവും കയറിക്കൊണ്ട് ഒരാട്ടുകൊറ്റനും ബലിയാകാതിരിക്കുവാൻ, ഇനിയും പാപങ്ങൾക്ക് വേണ്ടി ഊമമൃഗങ്ങൾ ബലികഴിക്കപ്പെടാതിരിക്കുവാനായി കാൽവരി ക്രൂശിൽ സാക്ഷാൽ ദൈവത്തിന്റെ കുഞ്ഞാട് യാഗമായി തീരുകയാണ്. ഇസഹാക്ക് ചോദിക്കുന്നത് പോലെ, അപ്പാ തീയും വിറകുമുണ്ട്, യാഗത്തിനുള്ള കുഞ്ഞാട് എവിടെയാണ്? ഇതാ കാൽവരി ക്രൂശിൽ യാഗത്തിനുള്ള കുഞ്ഞാട് ഒരുങ്ങിയിരിക്കുന്നു. തന്റെ ശരീരരക്തങ്ങൾ സഭയ്ക്ക് വേണ്ടി കാൽവറിയിൽ വിഭജിച്ച് നൽകി അവൻ മനുഷ്യകുലത്തെ രക്ഷയുടെ തുറമുഖത്തേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്നു. പ്രിയമുള്ളവരെ, ഈ സ്നേഹത്തെ സഭയിലൂടെ പകർന്നു നൽകുവാനുള്ള ദൗത്യമാണ് നമുക്ക് ഏവർക്കും ലഭിച്ചിരിക്കുന്നത്. പരിശുദ്ധനായ പൗലോസ്ലീഹ ഗലാത്യർക്കെഴുതിയ ലേഖനം 6-ാം അധ്യായം അതിന്റെ 14-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: എനിക്കോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശിലല്ലാതെ പ്രശംസിക്കുവാൻ ഇടവരരുത്. നമ്മുടെ പ്രശംസ എന്നത് ക്രൂശിൽ മാത്രമായിരിക്കണം. അതിലുപരി നമുക്ക് പ്രശംസിക്കുവാൻ ഈ ലോകം തരുന്ന യാതൊരു നന്മകളും ഇല്ലെന്നുള്ള ബോധ്യമാണ് ഈ കഷ്ടാനുഭവത്തിന്റെ അനുഭവം നമ്മെ ഓർപ്പിക്കുന്നത്. കുരിശിന്റെ വഴി എന്നത് സഹനങ്ങളുടെ, മുള്ളുകളുടെ, വേദനകളുടെ വഴിയാണ്. കുരിശെന്നുള്ളത് ഒറ്റപ്പെടലിന്റെ വഴിയാണ്. അവൻ അപ്പം നുറുക്കി നൽകിയവരും അവൻ സൗഖ്യം കൊടുത്തവരും അവനോടൊപ്പം ആയിരുന്നവരുമൊന്നും ആ ക്രൂശിൻ ചുവട്ടിൽ ഉണ്ടായിരുന്നില്ല. ക്രൂശ് ഒരു ദൃഷ്ടാന്തമായി കാൽവറിയിൽ സഹനത്തിന്റെ പ്രതീകമായി നിൽക്കുകയാണ്. ഒപ്പമുള്ളവരൊന്നും ഇല്ലാത്ത അനുഭവമാണ് ക്രൂശിന്റെ അനുഭവം എന്ന് പറയുന്നത്. അതിനാൽ പ്രിയമുള്ളവരെ, ജീവിതത്തിൽ ഒറ്റപ്പാടുകൾ അനുഭവിക്കുമ്പോൾ, ജീവിതത്തിൽ ഏകയായി തോന്നുമ്പോൾ കാൽവറിയിലെ ക്രൂശിലേക്ക് നോക്കുക. നിനക്ക് വേണ്ടി കൈകൾ വിരിച്ചു നിൽക്കുന്ന ഒരു ക്രിസ്തു അവിടെ ഉണ്ട് എന്നുള്ള ധൈര്യമായിരിക്കണം നമ്മെ ഓരോരുത്തരെയും നയിക്കേണ്ടത്. പ്രിയമുള്ളവരെ, ഏതൊരു യാത്രയുടെയും ഏറ്റവും മനോഹരമായ ദിനങ്ങൾ ആ യാത്ര ആരംഭിക്കുന്ന ദിവസവും അത് അവസാനിക്കുന്ന ദിവസവുമാണ്. പരിശുദ്ധമായ വലിയ നോമ്പാകുന്ന വലിയ യാത്രയിലൂടെ
ദുഃഖവെള്ളി അല്ലെങ്കിൽ വലിയ വെള്ളിയാകുന്ന വലിയൊരു തിരിച്ചുവരവിലൂടെ ഉയർപ്പിന്റെ പ്രത്യാശയിലേക്ക് നാം മടങ്ങി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാ ഇത് തിരിച്ചുവരവിന്റെ ദിവസമാണ്. ധൂർത്തപുത്രൻ പിതാവിന്റെ സന്നിധിയിലേക്ക് മടങ്ങിയെത്തിയ ദിവസമാണ്. ഇതാ ഇത് മടങ്ങി വരുവാനുള്ള ആഹ്വാനമാണ് നമുക്ക് ഏവർക്കും തരുന്നത്. ഈ തിരിച്ചുവരവിലൂടെ നാം നേടുന്നത് നഷ്ടപ്പെട്ടു പോയ മനുഷ്യകുലത്തിന്റെ മഹത്വമാണ്, ഉയർപ്പിന്റെ പ്രത്യാശയാണ്. 3 കാര്യങ്ങളാണ് നിലുവയിലെ വിശുദ്ധനായ ഇസഹാക്കിന്റെ ശ്രേഷ്ഠമായ പ്രാർത്ഥനയെ കേന്ദ്രീകരിച്ച് ചിന്തിക്കുവാനായി ആഗ്രഹിച്ചത്. ഒന്നാമതായി, അപമാനത്തിന്റെ ക്രൂശ് രക്ഷയുടെ പാലമായി മാറി. രണ്ടാമതായി, വേദനയുടെ മുൾക്കിരീടം രക്ഷയുടെ ശിരസ്ത്രമായി മാറി. മൂന്നാമതായി, അവസാനമായും ക്രൂശിൽ നിന്നൊഴുകിയ രക്തവും വെള്ളവും രക്ഷയുടെ മുദ്രണമായി മാറി. ചരിത്രത്തിന്റെ അങ്ങേ തലത്തിൽ വീണ്ടും ഇയ്യോബ് താൻ ചോദിച്ച ചോദ്യങ്ങൾക്ക് മറുപടി ലഭിക്കാതെ വീണ്ടും സ്വർഗത്തിലേക്ക് ദൃഷ്ടി ഉയർത്തിക്കൊണ്ട് പറയുകയാണ്, അയ്യോ ഞാൻ നിസ്സാരനായ മനുഷ്യൻ, ഞാൻ എൻ്റെ വായ്കളെ ഒത്തുന്നു. അയ്യോ ഞാൻ നിസ്സാരനായ മനുഷ്യൻ, ഞാൻ എൻ്റെ ദൈവത്വത്തെ ആരാനറിയുവാൻ യോഗ്യതയില്ലാത്തവൻ, ഞാൻ എൻ്റെ വായ്കളെ ഒത്തുകയാണ്. ഇതാ വീണ്ടും ചരിത്രത്തിന്റെ ഇങ്ങേ തലത്തിൽ കാൽവരി ക്രൂസിൽ ക്രിസ്തു ദീർഘമായ പിതാവിന്റെ സന്നിധിയിൽ നിന്നുള്ള മൗനത്തിന് ശേഷം, ഒരു അഗ്രസീവ് സൈലൻസിന് ശേഷം മൊഴിയുകയാണ്, പിതാവേ ഞാൻ എൻ്റെ പ്രാണനെ നിന്റെ കരങ്ങളിൽ ഭരമേൽപ്പിക്കുകയാണ്. ഞാൻ എൻ്റെ പ്രാണനെ നിന്റെ കരങ്ങളിൽ ഭരമേൽപ്പിക്കുകയാണ്. ഈ വിധേയത്വമാണ്, ഈ സ്നേഹമാണ്, ഈ സഹനമാണ് ഓരോ നീതിമാന്മാരും നമുക്ക് കാട്ടിത്തരുന്നത്. ഇതാ നീതിമാന്മാർ സഹനത്തിലൂടെ മഹത്വത്തിലേക്ക് പ്രവേശിക്കുന്നു. അവൻ തന്റെ മുന്നിൽ വെച്ചിരുന്ന സന്തോഷമോർത്ത് അപമാനത്തെ അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിച്ച് ദൈവസിംഹാസനത്തിന്റെ വലതുഭാഗത്ത് ഇരിക്കുകയും ചെയ്തു. പ്രിയമുള്ളവരെ, ഈ വലിയ വെള്ളി നമ്മെ ഓർപ്പിക്കുന്നത് ക്രൂശിനെ സഹിക്കുവാനാണ്. ഈ വലിയ വെള്ളി നമ്മെ ഓർപ്പിക്കുന്നത് അപമാനത്തെ അലക്ഷ്യമാക്കാനാണ്. ഇതിലൂടെ ദൈവ സിംഹാസനത്തിന്റെ വലതുഭാഗത്ത് ഇരിക്കുവാനുള്ള വിളിയാണ് ഈ വലിയ വെള്ളി നമുക്ക് പകർന്നു തരുന്നത്. അതിനായി നമ്മുടെ ആരാധനാ ജീവിതം, നമ്മുടെ പ്രാർത്ഥനാ ജീവിതം, നമ്മുടെ യാവ നമസ്കാരങ്ങൾ ഒക്കെയും ഇടയായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. തൃത്വനാമം